നമസ്കാരം. പ്രധാന വാർത്തകൾ. അറബിക്കടലിൽ അസാനി കാറ്റ്. തെക്കൻ തീരത്ത് കടൽക്ഷോഭം രൂക്ഷം. വള്ളം മറിഞ്ഞ് മരണം. 5 പേർക്ക് പരിക്ക്. തിരുവനന്തപുരം. വിഴിഞ്ഞം പൂവാർ അടിമരത്തല തെക്കുകിഴക്കൻ അറബിക്കടലിൽ രൂപപ്പെട്ട ആസാനി ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്താൽ ജില്ലയുടെ തീരമേഖലയിൽ കടലാക്രമണം അതിരൂക്ഷമാകുന്നു. വിഴിഞ്ഞം, പൂവാർ ഭാഗങ്ങളിൽ ആർത്തലച്ചെത്തിയ കൂറ്റൻ തിരമാലകളിൽ പെട്ട് വള്ളം മറിഞ്ഞ് ഒരു മത്സ്യത്തൊഴിലാളി മരിച്ചു. വിഴിഞ്ഞം സ്വദേശി അന്തോണി, 54, ആണ് മരിച്ചത്. വള്ളത്തിലുണ്ടായിരുന്ന മറ്റ് 3 പേർക്ക് പരിക്കേറ്റു. ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അടിമലത്തുറയിൽ തിരമാലകൾ വീടുകളിലേക്ക് ഇരച്ചുകയറിയുണ്ടായ അപകടത്തിൽ 2 സ്ത്രീകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. റോഡുകൾ കടലെടുത്തു. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. പൂവാർ മുതൽ വിഴിഞ്ഞം വരെയുള്ള തീരദേശ റോഡുകളിൽ പലയിടത്തും കടൽവെള്ളം കയറി ഗതാഗതം സ്തംഭിച്ചു. ഇന്നലെ രാത്രിയോടെ കടൽഭിത്തി തകർത്ത് തിരമാലകൾ കരയിലേക്ക് എത്തിയതോടെ റോഡിൽ മണലും കടൽമാലിന്യങ്ങളും അടിഞ്ഞുകൂടി. 1.5 അടിയോളം ഉയരത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ വാഹനങ്ങൾ കടന്നുപോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. അടിമലത്തുറ ഭാഗത്ത് 100ഓളം വീടുകളിൽ വെള്ളം കയറി. എന്താണ് ആസാനി കാറ്റ്? അറബിക്കടലിൽ രൂപം കൊണ്ട തീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറിയതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. ഇതിനെയാണ് ആസാനി എന്ന് വിളിക്കുന്നത്. മണിക്കൂറിൽ 55 മുതൽ 65 കിലോമീറ്റർ വരെ വേഗതയിൽ വീശുന്ന കാറ്റ് കടലിലെ ജലനിരപ്പ് ഉയർത്തുകയും കൂറ്റൻ തിരമാലകൾ കരയിലേക്ക് തള്ളുകയും ചെയ്യുന്നു. സ്റ്റോം സർജ്. ഈ പ്രതിഭാസം ഇനിയും 48 മണിക്കൂർ കൂടി തുടരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്ന മുന്നറിയിപ്പ്. ക്യാമ്പുകൾ തുറന്നു. സഹായമെത്തിക്കാൻ അധികൃതർ. കടൽക്കയറ്റം രൂക്ഷമായ പ്രദേശങ്ങളിൽ നിന്ന് 75ഓളം കുടുംബങ്ങളെ ഇതിനോടകം മാറ്റിപ്പാർപ്പിച്ചു. വിഴിഞ്ഞം, പൂവാർ മേഖലകളിലായി 4 ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. പരിക്കേറ്റവർ 5 പേർ ചികിത്സയിലാണ്. ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. നാശനഷ്ടങ്ങൾ. 10ഓളം വള്ളങ്ങൾ ഭാഗികമായി തകർന്നു. വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതീവ ജാഗ്രത നിർദ്ദേശം. കടൽയാത്ര നിരോധനം. മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകരുത്. കെട്ടിയിട്ടിരിക്കുന്ന വള്ളങ്ങൾ സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കണം. ടൂറിസം വിലക്ക്. ശംഖുമുഖം, കോവളം ഉൾപ്പെടെയുള്ള തീരങ്ങളിലേക്ക് വിനോദസഞ്ചാരികൾ പ്രവേശിക്കുന്നത് പോലീസ് തടഞ്ഞു. യാത്രക്കാർ ശ്രദ്ധിക്കാൻ. തീരദേശ റോഡുകൾ ഒഴിവാക്കി പകരം ഉൾനാടൻ പാതകൾ ഉപയോഗിക്കുക. മന്ത്രിമാരും കളക്ടറും നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. തീരദേശത്ത് പോലീസും കോസ്റ്റ് ഗാർഡും 24 മണിക്കൂർ നിരീക്ഷണത്തിനായി രംഗത്തുണ്ട്.